നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുന്നു. സംസ്ഥാനത്തെ മഴ സാഹചര്യം എന്താണെന്ന് ആദ്യം പരിശോധിക്കാം. തിരുവനന്തപുരത്ത് പലയിടങ്ങളിലും മഴ ശക്തമാവുകയാണ്. ബാലരാമപുരം എരുത്താവൂരിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് മറിഞ്ഞു വീണു. വീടിനകത്തുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. വെള്ളായമ്പലം കവടിയാർ റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മെഡിക്കൽ കോളേജ് ജംഗ്ഷനിൽ കാൽനട യാത്രികന്റെ തലയിൽ കൂടി മരം വീണു. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. നിലവിൽ പത്തനംതിട്ടയിലുള്ള ചിറ്റാറിൽ വൻ നാശനഷ്ടമുണ്ടായി. നീലിലാവിൽ മരം ഒടിഞ്ഞു വീണ് വീട് ഭാഗികമായി തകർന്നു. തിരുവനന്തപുരത്ത് നിന്ന് NG പ്രതീഷ്, പത്തനംതിട്ടയിൽ നിന്നും AV ജയശങ്കർ എന്നിവർ ചേരുന്നു. ആദ്യം AV ജയശങ്കറിലേക്ക്. ജയശങ്കർ, പത്തനംതിട്ടയിൽ എന്താണ് നിലവിലെ സാഹചര്യം? എവിടേക്കാണ് ശക്തമായ മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നത്? പ്രജിൻ, പത്തനംതിട്ട ജില്ലയിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് വൈകിട്ട് മുതൽ പെയ്യുന്നത്. കാലാവസ്ഥാ മുന്നറിയിപ്പ് കേന്ദ്രം ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശം ജില്ലയിൽ നിലവിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട ചിറ്റാറിൽ ഈ കനത്ത മഴയിൽ വലിയ തോതിൽ മരങ്ങൾ കടപുഴകി വീഴുകയും മറ്റു നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. നീലിലാവ് സ്വദേശി സുനിലിന്റെ വീടിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു. വീടിന് ഭാഗിക കേടുപാടുകൾ സംഭവിച്ചു എന്നാണ് ലഭ്യമാകുന്ന വിവരം. മറ്റാർക്കും പരിക്കില്ല. ഒപ്പം തന്നെ ശക്തമായ കാറ്റും മഴയും തിരുവല്ല പ്രദേശത്തും വ്യാപകമായ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. തിരുവല്ല പെരിങ്ങര 13-ാം വാർഡിൽ പുത്തൻകരയിൽ ഓമനക്കുട്ടന്റെ നിർമ്മാണത്തിൽ ഇരുന്ന വീടിന് മുകളിൽ മരം വീണ ചെറിയ ഭാഗികമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ തിരുവല്ല അമ്പലപ്പുഴ സംസ്ഥാന പാതയിൽ നെടുമ്പ്രത്ത് റോഡിന് കുറുകെ മരം വീണ് ഏറെ നേരം ഗതാഗത തടസ്സമൊക്കെ ഉണ്ടായി. വൈദ്യുത പോസ്റ്റുകളും ഒടിഞ്ഞു വീണു. പിന്നീട് ഫയർഫോഴ്സ് ഒക്കെ എത്തിയാണ് മരം നീക്കിയത്. പത്തനംതിട്ട നഗരത്തിലും സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ സമാനമായ രീതിയിൽ റോഡിന് കുറുകെ മരം വീഴുകയും ഫയർഫോഴ്സ് എത്തി നീക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. എന്തായാലും പൊതുവിൽ ജില്ലയിൽ മഴ മൂലം ചെറിയ തോതിലുള്ള വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആളുകൾക്ക് പരിക്കോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല. എന്തായാലും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എന്തായാലും വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശം ഇതിനോടകം തന്നെ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രജിൻ, AV ജയശങ്കറാണ് പത്തനംതിട്ടയിലെ മഴ സാഹചര്യം വ്യക്തമാക്കിയത്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയം. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി. പ്രതീഷ്, തിരുവനന്തപുരത്ത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു. അത് കേവലം മണിക്കൂറുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന അലേർട്ടാണെന്നാണ് നേരത്തെ അറിയിച്ചത്. നിലവിലെ സാഹചര്യം എന്താണ്? അതിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒപ്പം സംസ്ഥാനത്തെ പൊതു മഴ സാഹചര്യം അത് ഏത് രീതിയിലാണ്? ഒപ്പം നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ്? പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ 3 മണിക്കൂർ നേരത്തേക്കായിരുന്നു കാലാവസ്ഥാ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. വൈകുന്നേരം 7 മണി മുതൽ അതിശക്തമായ മഴയായിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ അനുഭവപ്പെട്ടത്. അതിശക്തമായ മഴയ്ക്കൊപ്പം അതിശക്തമായ കാറ്റുമുണ്ടായിരുന്നു. ഈ കാറ്റിൽ തിരുവനന്തപുരം ജില്ലയിലെ പല ഭാഗങ്ങളിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. ഗതാഗതം നിലയ്ക്കുന്ന സാഹചര്യമുണ്ടായി. വൈദ്യുതി ബന്ധം ഭാഗികമായി പലയിടങ്ങളിലും വിച്ഛേദിക്കപ്പെട്ടു. അത്തരത്തിലൊരു നാശനഷ്ടമായിരുന്നു തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് ഉള്ളത്. നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ യെല്ലോ അലർട്ട് ആയിരുന്നു. ഇതിന് പുറമെയാണ് 3 മണിക്കൂർ നേരത്തേക്ക് കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. നിലവിൽ ഈ റെഡ് അലർട്ട് മാറിയിട്ടുണ്ട്. നിലവിൽ ഇതിന് പുറമെ 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് കാലാവസ്ഥാ കേന്ദ്രം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അത് തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായിരുന്നു അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് ഇന്നുണ്ടായിരുന്നത്. നാളെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളാണ്. ഈ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിതീവ്ര മഴയ്ക്കുള്ള റെഡ് അലർട്ട് നാളെ കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും യെല്ലോ അലർട്ടുമുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളിലും ശക്തമായ മഴയുണ്ടാകുമെന്നതാണ് ഈ മുന്നറിയിപ്പിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. മഴ കൂടുതൽ തീവ്രമാവുക പ്രധാനമായും വടക്കൻ കേരളത്തിലാണ് എന്നും കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഉണ്ട്. പ്രതീക്ഷ, മഴ കനത്തോടുകൂടി തന്നെ ഈ നാശനഷ്ടങ്ങൾ പലയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നേരത്തെ തന്നെ പ്രതീക്ഷ റിപ്പോർട്ട് ചെയ്ത പ്രകാരം തിരുവനന്തപുരത്തിന്റെ പല ഭാഗങ്ങളിലും അത്തരത്തിൽ മരങ്ങൾ കടപുഴകി വീണു. ഒപ്പം വൈദ്യുത ബന്ധം താറുമാറായി, ഗതാഗതം തടസ്സപ്പെട്ടു. അത്തരം വാർത്തകൾ വന്നിരുന്നു. നിലവിൽ അതിന്റെയൊക്കെ സാഹചര്യം, അതിന്റെ അപ്ഡേറ്റ് എന്താണ്? പ്രജിൻ, തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് ഏകദേശം 1 മണിക്കൂറോളം നീണ്ടുനിന്ന അതിശക്തമായ മഴയിലാണ് വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായത്. അത് മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലും നഗരമേഖലകളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായും ഈ വിഴിഞ്ഞം, വെങ്ങാനൂർ, ബാലരാമപുരം, പൂജപ്പുര, വെള്ളയമ്പലം മേഖലകളിൽ മരങ്ങൾ കടപുഴകി വീണു. ഈ ബാലരാമപുരത്ത് വീടിന് മുകളിലൂടെ തെങ്ങ് കടപുഴകി വീണു. 5 അംഗ കുടുംബം അത്ഭുതകരമായാണ് ബാലരാമപുരത്ത് രക്ഷപ്പെട്ടത്. ആർക്കും പരിക്കില്ല. ഈ
തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ റോഡിന് വശത്തുകൂടി പോവുകയായിരുന്ന ഒരു യാത്രക്കാരന്റെ തലയിൽ മരച്ചില്ല ഒടിഞ്ഞു വീണു. അദ്ദേഹത്തിന്റെ തലയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ പരിക്ക് ഗുരുതരമല്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം. ഈ വെള്ളയമ്പലം കവടിയാർ ഭാഗത്ത് മരമൊടിഞ്ഞു വീണ് ഏറെ നേരം ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. പക്ഷേ പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് എത്തി ഈ മരം മുറിച്ചു മാറ്റുകയും ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി പ്രധാനമായും ഈ നിലച്ച വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുക എന്നതാണ് KSEBയെ സംബന്ധിച്ചുള്ള വലിയ വെല്ലുവിളി. തിരുവനന്തപുരത്തെ നഗരമേഖലകളിൽ പലയിടങ്ങളിലും ഇപ്പോഴും വൈദ്യുതി എത്തിയിട്ടില്ല. മലയോര മേഖലകളിലും ഇത് തന്നെയാണ് അവസ്ഥ. കാട്ടാക്കടയിൽ പല മലയോര മേഖലകളുടെ പലയിടങ്ങളിലും വൈദ്യുതി പൂർണ്ണമായും നിലച്ച അവസ്ഥയാണ്. നാളെ രാവിലെയോടുകൂടി മാത്രമേ പൂർണ്ണമായും ഈ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിയൂ എന്നതാണ് KSEBയും അറിയിച്ചിരിക്കുന്ന കാര്യം. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്ത് കാലവർഷം എത്താനിരിക്കെയാണ് അതിശക്തമായ മഴ കേരളത്തിൽ തുടരുന്നത്. MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. മഴയിലും കാറ്റിലും തൃശൂരിൽ നടു റോഡിലേക്ക് കൂറ്റൻ ഇരുമ്പ് മേൽക്കൂര വീണു. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലെ 4 നിലയുള്ള കെട്ടിടത്തിന് മുകളിലെ മേൽക്കൂരയാണ് റോഡിലേക്ക് വീണത്. മേൽക്കൂര നേരത്തെ തകർന്നിരുന്നിട്ടും അറ്റകുറ്റപ്പണികൾ നടത്താതിരുന്നതാണ് അപകടത്തിനിടയാക്കിയതെന്ന് തെളിയിക്കുന്ന ചിത്രം 24 ലഭിച്ചു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് തൃശൂർ മേയർ MK വർഗീസും പ്രതികരിച്ചു. റോഡിൽ വാഹനങ്ങൾ കുറവായതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. തൃശൂർ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന്റെ 1800 സ്ക്വയർ ഫീറ്റിലധികം വരുന്ന മേൽക്കൂരയാണ് കാറ്റിൽ തിരക്കേറിയ റോഡിലേക്ക് പതിച്ചത്. മഴയെ തുടർന്ന് ആളുകളും വാഹനങ്ങളും റോഡിലുണ്ടാകാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. ഏതാനും ആഴ്ചകൾക്ക് മുമ്പുണ്ടായ കാറ്റിൽ മേൽക്കൂരയുടെ ഒരു തൂൺ തകർന്ന് കെട്ടിടത്തിന് താഴേക്ക് തൂങ്ങിക്കിടക്കുകയായിരുന്നു. പരാതി ഉയർന്നതോടെ തൂൺ മുറിച്ചു മാറ്റി. അപകടാവസ്ഥയിലായ മേൽക്കൂര നിലനിർത്തിയതാണ് ദുരന്തത്തിലേക്ക് വഴിതെളിച്ചത്. അപകടാവസ്ഥയിലുണ്ടായിരുന്ന മേൽക്കൂരയുടെ പഴയ ചിത്രം 24 ലഭിച്ചു. എന്നാൽ മേൽക്കൂര അപകടാവസ്ഥയിലായിരുന്നുവെന്ന വിവരം തനിക്കറിയില്ലെന്ന വിചിത്രവാദമാണ് മേയർ MK വർഗീസ് ഉന്നയിക്കുന്നത്. നമ്മുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല. അപ്പോൾ അത് മുറിച്ചു മാറ്റിയപ്പോൾ ആരായിരിക്കും മേയർ അങ്ങനെയാണെങ്കിൽ? അല്ല, അതിപ്പോൾ ഞാൻ ചോദിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. ഞാനിതിപ്പോൾ കാറ്റ് എന്നുള്ള കണ്ടീഷനാണ് ഞാൻ എപ്പോഴും നിൽക്കുന്നത്. ഭരണസമിതിക്കുണ്ടായത് ഗുരുതര വീഴ്ചയെന്ന് പ്രതിപക്ഷം. കഴിഞ്ഞ മഴയ്ക്ക് ഒരാഴ്ചകൾക്ക് മുമ്പാണ് ഇത് കാറ്റത്ത് അടർന്നിരുന്നത്. ഇതിപ്പോൾ വീണ്ടും ഇപ്പോൾ രണ്ടാമത് കാറ്റ് വന്നപ്പോൾ ശക്തമായ അപകടമുണ്ടായി. ഇതിൽ ഉത്തരവാദിത്തം കോർപ്പറേഷൻ ഭരണസമിതിക്കാണ്. ഇത് കെടുകാര്യസ്ഥയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. അപകടത്തെ തുടർന്ന് MO റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. അഗ്നിരക്ഷാസേനയെത്തി ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് മേൽക്കൂര മുറിച്ചു മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. 24 തൃശൂർ. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ ആദ്യ കുറ്റപത്രം സമർപ്പിച്ച് പോലീസ്. പ്രതി അഫാൻ പിതൃമാതാവ് സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് പാങ്ങോട് പോലീസ് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം നൽകിയത്. സാമ്പത്തിക ബാധ്യത മൂലമുണ്ടായ വൈരാഗ്യത്തെ തുടർന്ന് നടത്തിയ കൊലപാതകമെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. 24 ബ്രേക്കിംഗ്. കുതിച്ചുയർന്ന കടവും കടക്കാർ പണം തിരിച്ചു ചോദിച്ചതിലെ ദേഷ്യവുമാണ് കൂട്ടക്കൊലപാതകത്തിന്റെ കാരണമായി പോലീസ് കണ്ടെത്തിയത്. 48 ലക്ഷം രൂപയാണ് അഫാനും കുടുംബത്തിനും ഉണ്ടായിരുന്ന ആകെ കടം. ബന്ധുക്കളടക്കം 15 പേരിൽ നിന്നായി 16 ലക്ഷം രൂപ കടം വാങ്ങി. കൂടാതെ 17 ലക്ഷം രൂപയുടെ ഹൗസിംഗ് ലോൺ, 3 ലക്ഷം രൂപയുടെ പേഴ്സണൽ ലോൺ, 1.5 ലക്ഷം ബൈക്ക് ലോൺ, 10 ലക്ഷം രൂപയുടെ പണയം എന്നിങ്ങനെയായിരുന്നു കടം. കടം വീട്ടാൻ സഹായിക്കാത്തതും അമ്മയും തന്നെയും കുറ്റപ്പെടുത്തിയതും പരിഹസിച്ചതുമാണ് പിതാവിന്റെ അമ്മ സൽമ ബീവിയെ പാങ്ങോട്ടെ വീട്ടിലെത്തി കൊലപ്പെടുത്താൻ കാരണമെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. 450 പേജുള്ള കുറ്റപത്രത്തിൽ 120 സാക്ഷികളെയും 40 തൊണ്ടിമുതലുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിതൃ സഹോദരൻ ലത്തീഫ, ഭാര്യ ഷാഹിദ എന്നിവരുടെ ജീവനെടുത്തതും സൽമ ബീവിയെ കൊലപ്പെടുത്തിയ അതേ വൈരാഗ്യ കാരണത്താൽ. കാമുകി ഫർസാനയെ കൊന്നത് താൻ മരിച്ചാൽ ഫർസാന ഒറ്റപ്പെടുമെന്ന സ്നേഹം കൊണ്ടല്ല, പണയം വെച്ച 4.5 പവൻ സ്വർണം തിരികെ വേണമെന്നാവശ്യപ്പെട്ടതിലെ ദേഷ്യമാണ് കാരണം. കൂട്ടാത്മഹത്യയുടെ ഭാഗമായാണ് സഹോദരനെ കൊന്നതും അമ്മയെ ആക്രമിച്ചതെന്നും പോലീസ് ഉറപ്പിക്കുന്നു. മറ്റ് കൊലപാതക കേസുകളിലെ കുറ്റപത്രം വെഞ്ഞാറമൂട് പോലീസ് ഉടൻ നൽകും.
അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി 89-ാം ദിവസമാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. അഫാന്റെ ക്രൂരതയ്ക്കിരയായ അമ്മ ഷെമി കേസിൽ മുഖ്യ സാക്ഷിയാകും. ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് തേക്കിൻകാട് മൈതാനത്തെ വിദ്യാർത്ഥി കോർണറിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് നാളെ കൊടിയിറക്കം. തൃശൂരിനെ ഉത്സവ ലഹരിയിലാഴ്ത്തിയിട്ടുണ്ട് മേള. എന്റെ കേരളം വിപണന പ്രദർശന മേളയെ ഒരു നാടാകെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുന്ന കാഴ്ചയാണ് തൃശ്ശൂരിൽ കണ്ടത്. ആയിരക്കണക്കിന് ആളുകൾ മേളയുടെ ഭാഗമാകുന്നു. അക്ഷരാർത്ഥത്തിൽ ജനം ഒഴുകിയെത്തി. അറിവും വിനോദവും സംഗമിക്കുന്ന ഭൂമിയായി മേള മാറി. ഇനി മേള അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ വലിയ തിരക്കാണ് തൃശ്ശൂരിൽ അനുഭവപ്പെടുന്നത്. വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയുന്ന വേദി, അറിവും വിനോദവും ആരവവും ഇഴചേർന്ന മേളയിൽ ആയിരങ്ങൾ ഒഴുകിയെത്തി. 9 വർഷത്തെ LDF സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്കായി എല്ലാം സൂപ്പറാണ്. കാരണം നമുക്ക് എല്ലാ അറിവുകളും, സാധാരണക്കാർക്ക് പല അറിവുകളും ഇപ്പൊ ഗവൺമെന്റ് സൈഡിൽ നിന്നുണ്ടായ പുരോഗതികൾ അറിയാത്ത കുറെ പേരുണ്ട്. പക്ഷെ ഇവിടെ ഒന്ന് കാണുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട്. സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും 189 സ്റ്റാളുകൾ, സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങൾ, ആധുനിക സാങ്കേതിക വിദ്യയുടെ പരിചയപ്പെടുത്തൽ, കരിയർ ഗൈഡൻസ്, സ്റ്റാർട്ടപ്പ് മിഷൻ, കാർഷിക പ്രദർശന വിപണനമേള, സാംസ്കാരിക കലാപരിപാടികൾ, സെമിനാറുകൾ. അക്ഷരാർത്ഥത്തിൽ ഉത്സവ ലഹരിയിലായിരുന്നു തൃശ്ശൂർ. ഇതിൻ്റെ അടുത്ത് ഞാൻ താമസിക്കുന്ന ഒരാളാണ്. ഇവിടെ നിന്നൊരു 1/2 കിലോമീറ്റർ. പക്ഷെ ഇങ്ങനൊരു മേള ഞാൻ ഈ ഫുൾ ടൈം സ്റ്റുഡിയോയിൽ ഇരിക്കുന്നതുകൊണ്ട് ഇതൊന്നും അറിഞ്ഞില്ല. പക്ഷേ ഇതെന്തോ ഭാഗ്യം, എൻ്റെ ഒരു സുഹൃത്ത് ദേ ഇവിടെയുണ്ട് ക്ഷണിച്ച് ഞാൻ ഇത് കണ്ടപ്പോഴാണ്. ഇത് കണ്ടില്ലായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായേനെ. നമ്മുടെ കേരളം എന്തുമാത്രം പുരോഗതിയിലേക്കാണ് അല്ലേ കുതിച്ച് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ടെക്നോളജീസ് എല്ലാം ഒന്നും പറയാനില്ല. ഇറ്റ് ഈസ് ഔട്ട്സ്റ്റാൻഡിങ്. സായാഹ്നങ്ങൾ ചിലവിടാനെത്തിയവർക്ക് മൃഗസംരക്ഷണ വകുപ്പ് ഒരുക്കിയത് ഒരു കൗതുക ലോകം തന്നെയാണ്. മൃഗസംരക്ഷണ വകുപ്പിന്റെ സ്റ്റോളാണ് ഇവിടെ എത്തുന്നവരെ സംബന്ധിച്ച് ഒരു നവ്യാനുഭവം തന്നെയാണ് ഈ സ്റ്റോൾ സമ്മാനിച്ചത്. ലൈവ് സ്പെസിമെൻസ് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. വിവിധ തരത്തിലുള്ള എല്ലാ ദിവസവും വൈകുന്നേരം പലവിധ ഷോകളും ഇവിടെ നമ്മൾ നടത്തുന്നുണ്ട്. നമ്മുടെ മേഖലയിലുള്ള ലൈവ് സ്പെസിമെൻസ് ആയിട്ടുള്ള എക്സോട്ടിക് പെറ്റ്സും മറ്റു കാര്യങ്ങളും, പൂച്ച, അങ്ങനെ എല്ലാ തരം മേഖലയിലുള്ള ലൈവ് സ്പെസിമെൻസിനെ കൂടെ നമ്മൾ ഇപ്രാവശ്യത്തെ സ്റ്റോളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഇത്തവണത്തെ സ്റ്റോളുകളുടെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ സ്റ്റോളിലെ പ്രത്യേകത. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി ആയിരക്കണക്കിന് ആളുകൾക്കാണ് മേള സ്വയം പ്രതിരോധത്തിന്റെ അധ്യായം പകർന്നു നൽകിയത്. പോലീസിനെ അടുത്തറിയാൻ സാധിച്ചതിന്റെ സന്തോഷവും മേളയിലെത്തിയവർക്ക് ചെറുതായിരുന്നില്ല. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ പരീക്ഷിക്കുന്ന ആയുധങ്ങളെക്കുറിച്ചൊക്കെ വലിയ ചർച്ച നടക്കുന്ന സമയമാണ്. എന്റെ കേരളം പ്രദർശന മേളയിൽ പോലീസിന്റെ ആയുധങ്ങളാണ് ഈ ഉള്ളത്. അതിന്റെ പ്രത്യേക, അതായത് സാധാ ഗൺ തുടങ്ങി പലതരത്തിലുള്ള ആയുധങ്ങളുണ്ട്. ഇതൊന്ന് വിശദീകരിക്കാവോ, എന്തൊക്കെയാണ് പ്രദർശനത്തിനുള്ളത്? നിലവിൽ പോലീസ് ഉപയോഗിച്ച് വരുന്ന വിവിധതരം വെപ്പണുകളാണിത്. ഇതെന്ന് പറയുന്നത് പിസ്റ്റൾ ഓട്ടോ 9mm1. ഇത് AK-47 ഫാമിലിയിൽ വരുന്ന ഒരു വെപ്പണാണ്. AR-M5 എന്ന് പറയും. ഇത് ഓട്ടോമാറ്റിക്കായി ഫയർ ചെയ്യാൻ പറ്റുന്ന ഒരു വെപ്പണുകളാണ് ഇതെല്ലാം. അതുപോലെ AK-47 അതിൻ്റെ പാറ്റൻ്റെ ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള മറ്റൊരു വെപ്പണാണ് TAR എന്ന് പറയും. ട്രിച്ചി അസാൾട്ട് റൈഫിൾ എന്ന് പറയും. ഇത് രണ്ടും ഒരേ കാലിബർ വെപ്പണുകളാണ്. അതുപോലെ ഇന്ത്യൻ സ്മോൾ ആം സിസ്റ്റം ഇൻസാസ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ SLR സെൽഫ് ലോഡിംഗ് റൈഫിൾ. ഇത് ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെപ്പണാണ്. റൈഫിൾ നമ്പർ 1 മാർക്ക് 3 സ്റ്റാർ .303 ഇഞ്ച് SMLE. റൗണ്ട് ഡ്യൂട്ടിക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെപ്പണാണ്. സാധാരണ സ്റ്റേഷനുകൾ നിലവിൽ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മേള കണ്ടിറങ്ങുന്നവർക്ക് പറഞ്ഞാൽ തീരാത്ത സന്തോഷം. വളരെ ഇഷ്ടപ്പെട്ടു. കുറെ കാര്യം അറിയാൻ പറ്റി.
നമ്മളിപ്പം ഇവിടെ തന്നെ എത്ര നന്നായിട്ടാ പറഞ്ഞു തരുന്നവര്. നല്ല അഭിപ്രായം, നന്നായി മനസ്സിലാക്കാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും. നാളെ വൈകിട്ടോടെ മേളയ്ക്ക് തൃശൂർ സമാപനം ചൊല്ലും. റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിക്കുന്ന ആവേശകരമായ സമാപന ചടങ്ങ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും സമാപന സമ്മേളനത്തിൽ പങ്കാളികളാകും. വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയുന്നതിനൊപ്പം അറിവും കൗതുകവും സമ്മാനിച്ചാണ് തൃശൂരിലെ എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് കൊടിയിറങ്ങുന്നത്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് ജി, 24. വിദ്യാർത്ഥിയുടെ കണ്ണിൽ തുളച്ചു കയറിയ 9 സെന്റിമീറ്ററിലേറെ നീളമുള്ള മരക്കമ്പ് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തു. പാലക്കാട് സ്വദേശിയായ വിദ്യാർത്ഥിക്കാണ് കൊച്ചി അമൃത ആശുപത്രിയിൽ നടന്ന ശസ്ത്രക്രിയയിൽ കാഴ്ച തിരിച്ചു കിട്ടിയത്. കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് കളിക്കുന്നതിനിടെ സുഹൃത്തെറിഞ്ഞ കമ്പ് അബദ്ധത്തിൽ പാലക്കാട് സ്വദേശിയായ +2 വിദ്യാർത്ഥിയുടെ കണ്ണിൽ തുളച്ചു കയറുകയായിരുന്നു. ഇടത്തെ കണ്ണിൽ തുളച്ചു കയറിയത് 9.5 സെന്റിമീറ്റർ നീളവും 1.4 സെന്റിമീറ്റർ വ്യാസവും വരുന്ന മരക്കൊമ്പായിരുന്നു. ഇടത്തെ കണ്ണിന്റെ അറ്റം തുളച്ച മരക്കഷ്ണം ഉള്ളിലൂടെ കയറി മൂക്കിന്റെ പാലവും തുളച്ച് വലത്തെ കണ്ണിന്റെ ഇടത്തെ അറ്റം വരെ തുളച്ചു കയറിയ നിലയിലായിരുന്നു. ആദ്യം പാലക്കാട്, തൃശൂര് ആശുപത്രികളിൽ എത്തിച്ചെങ്കിലും കമ്പ് നീക്കം ചെയ്യാൻ സാധിച്ചില്ല. തുടർന്നാണ് ബന്ധുക്കൾ കൊച്ചി അമൃത ആശുപത്രിയിൽ വിദ്യാർത്ഥിയെ എത്തിച്ചത്. തുടർന്ന് 2 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയ്ക്ക് ശേഷം മരക്കമ്പ് പുറത്തെടുത്തു. ഇത്രയും നീളത്തിൽ കമ്പ് കണ്ണിലൂടെ തുളച്ചു കയറിയ സംഭവം അപൂർവമാണെന്ന് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടേഴ്സ്. CT സ്കാൻ ചെയ്ത് നോക്കിയ സമയത്ത് ഒരു കണ്ണിൽ കൂടി കയറി മൂക്കിന്റെ ഒരു ഭാഗം മറ്റേ കണ്ണിന്റെ അടുത്ത് വരെ ആ കോല് എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് കാഴ്ചയെ കുറിച്ച് ഒട്ടും എത്ര പ്രതീക്ഷ കൊടുക്കാൻ പറ്റുമെന്നൊന്നും പറയാൻ പറ്റിയിരുന്നില്ല. നമുക്ക് പുറത്തുനിന്ന് എടുത്തു കഴിഞ്ഞോടുകൂടെ നമുക്ക് മൂക്കിൻ്റെ അകംഭാഗത്ത് പൊട്ടിയിരിക്കുന്ന ബോൺ പീസസ് മാറ്റാനും പറ്റി. ആൻഡ് വലിയ ബ്ലീഡിങ് ഇല്ലായിരുന്നത് കൊണ്ട് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റി. വന്ന സമയത്തിൽ നിന്നും അവൻ്റെ കാഴ്ച ഒരുപാടധികം നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കണ്ണിനുള്ളിലുള്ള ബ്ലീഡിങ് കുറഞ്ഞിട്ടുണ്ട്. 80% കാഴ്ച കുഞ്ഞിനിപ്പം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. സന്തോഷവും ആത്മവിശ്വാസവും എന്ന് മാതാപിതാക്കൾ. കുട്ടികൾ തമ്മിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയത്താണ് മോനെ കണ്ണിൽ കോല് അടിച്ചുകൊണ്ട് അപ്പോൾ പാലക്കാട് 2 ഹോസ്പിറ്റലിൽ പോയി അവർക്ക് പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് നേരെ അമൃതയിലേക്ക് വന്നത്. അമൃത വന്നപ്പോൾ അവിടുത്തെ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റും അവരുടെ പ്രവർത്തനം കൊണ്ട് എൻ്റെ മോനെ കൊണ്ട് രക്ഷപ്പെട്ടു. തുടർ പഠനം നടത്താനാവും എന്നതിന്റെ ആശ്വാസത്തിലാണ് വിദ്യാർത്ഥിയും കുടുംബവും. 24 കൊച്ചി. ഇതോടെ 24 റൗണ്ട് പൂർത്തിയാവുന്നു. നമസ്കാരം.